നിമി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിമിയിൽ എന്തെങ്കിലും വിട്ടുവാണെങ്കിൽ അത് IPLESൽ നമുക്ക് കൂടുതൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്നും അതും വെച്ചിട്ട് എൻ്റെതായിട്ടൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് ഇവിടെ നിൽക്കണ്ട, കയറിപ്പോ, ഇവിടെ ഇപ്പം PSC ഒന്നും പഠിച്ച ആർക്കും കിട്ടാൻ പോകുന്നില്ല എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പാണ് പുറകെ വരുന്ന ഇച്ചിരി അത്യാവശ്യം പഠിക്കുന്ന ആരെ കൊണ്ടും ഇതൊക്കെ ഒപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. PSC അത്രേ ഉള്ളൂ. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ട്രേഡ്സ്മാൻ ട്രെയിനർ പരീക്ഷയിൽ 6ാമത്തെ റാങ്ക് നേടിയ ദയാലാണ്. അപ്പോൾ ദയാലിൻ്റെ പഠനവിശേഷങ്ങളും എങ്ങനെ ഈ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. സ്വാഗതം ദയാൽ. ആദ്യമായിട്ട് ദയാലിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? സ്ഥലം, അതുപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ സാർ, എൻ്റെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ തുരുത്തിക്കരയാണ് എൻ്റെ സ്ഥലം വരുന്നത്. ഞാൻ പഠിച്ചത് ഡിപ്ലോമയായിരുന്നു. ഡിപ്ലോമ മണക്കാല പോളിടെക്നിക് കോളേജിലായിരുന്നു ഡിപ്ലോമ. അതിനുശേഷം ലെറ്റ് വഴി എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുകയായിരുന്നു. അത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണാണ് കംപ്ലീറ്റ് ചെയ്തത്. 2023 എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് ഈ ഒരു PSCയുടെ ഒരു ട്രാക്കിലേക്ക് എത്തുന്നത്. ആക്ച്വലി ആദ്യമൊക്കെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ബിക്കോസ് ആ ഒരു നമ്മൾ പുതുതായിട്ട് ആ ഒരു മേഖലയിലോട്ട് എത്തുമ്പോൾ പലതും നമുക്ക് അറിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ PSCയിലാണെങ്കിൽ തന്നെ എന്ത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ദയാലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകളായിരുന്നോ? PSC എക്സാംസ് എഴുതാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ ആദ്യമൊക്കെ തന്നെ എല്ലാ എക്സാംസും, അതായത് കൊടുക്കുന്ന എല്ലാം തന്നെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു രീതിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ലൈക്ക് ഇപ്പം ടെക്നിക്കൽ എന്നില്ല, അല്ലെങ്കിൽ നോർമൽ കേസ് എന്നില്ല, എല്ലാം തന്നെ പോയിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് പിന്നെ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ PSC മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ടെക്നിക്കലിന് വേണ്ടി മാത്രം ഇരുന്നപ്പം ആദ്യം എഴുതിയ എക്സാമാണ് JEE പ്ലംബർ. ഓക്കെ അപ്പോൾ ഈ JEE പ്ലംബർ എഴുതുമ്പം മറ്റ് എക്സാംസ് എന്നുള്ള എനിക്ക് ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ലൈക്ക് മറ്റ് നേരത്തേക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ സിലബസ് ഒന്നും അത്ര കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഒരു ആവറേജ് കവർ ചെയ്തൊക്കെ വിടുന്ന രീതിയിൽ പോകും. ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല. സിലബസ് ഒക്കെ കറക്റ്റായിട്ട് കവർ ചെയ്തു. പിന്നീട് ഒരു പക്ക പാറ്റേൺ ഉണ്ടായിരുന്നു, പഠിക്കുന്നിടത്തൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഇന്ന് പഠിക്കുന്നത് അടുത്തൊരു ഇത്ര ദിവസം കഴിയുമ്പോൾ അത് റിവൈസ് ചെയ്യും. ആ ഒരു പാറ്റേണിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യമായിട്ട് പഠിച്ചത് ഈ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പറിന് വേണ്ടിയിട്ടാണ്. ഈ സിലബസ് ഒക്കെ നോക്കി റിവിഷനൊക്കെ നടത്തി പഠിച്ചു. അതിന് എത്ര മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്? അന്ന് ടോട്ടൽ 84 മാർക്കായിരുന്നു കിട്ടിയത്. ഔട്ട് ഓഫ് 94 84 മാർക്കായിരുന്നു കിട്ടിയത്. പക്ഷേ അന്ന് ഇതുമാതിരി 19 പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിയർ ടു ഒരു 88 or 87 സംതിങ് ആ ഒരു റേഞ്ചിലായിരുന്നു. സോ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. അന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എക്സാം എഴുതി കഴിയുമ്പം ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു. കാരണം 80 മുകളിലൊക്കെ സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ലിസ്റ്റിൽ വരുമെന്നായിരുന്നല്ലോ നമ്മുടെ ഒരു പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു ഈ ആ ഒരു പ്ലംബറിന് മുന്നേ ഉള്ള പരീക്ഷകളിലൊക്കെ ഉറപ്പായിട്ടും 80 മുകളിൽ സ്കോർ ചെയ്താൽ നമ്മൾ ലിസ്റ്റിൽ വന്നേനെ. നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പ്ലംബറിന് 1ാം റാങ്ക് നമുക്ക് തന്നെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു നിരാശ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ നിരാശയിൽ പഠനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇനി ഈ മേഖലയിലേക്ക് പോകുന്നില്ല അങ്ങനെയൊന്നും വിചാരിച്ചില്ല. വീണ്ടും നമ്മൾ പഠിച്ചു അല്ലേ? പിന്നീട് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് പിന്നീട് അങ്ങോട്ട് അവിടുന്ന് പ്ലംബറിൽ എന്തൊക്കെ തെറ്റുകൾ പറ്റിയോ അത് അടുത്തതിനകത്ത് മാറ്റം വരുത്തി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പിന്നീട് അത്രയും ഒരു ഹൈപ്പോടുകൂടി ഇരുന്നൊരു എക്സാമാണ് JEE ടർണർ. JEE പ്ലംബർ കഴിഞ്ഞിട്ട് പിന്നീട് അത്രത്തോളം നന്നായിട്ടിരുന്ന് പഠിച്ചെഴുതിയൊരു എക്സാമാണ് JEE ടർണർ. അപ്പം ഈ ടർണറിന് വേണ്ടി ഇരിക്കുന്ന ആ ഒരു ടൈമിൽ തോന്നി പ്ലംബറിനകത്ത് വരുത്തിയ ചില തെറ്റുകൾ ഇവിടെ മാറ്റം കൊണ്ടുവരണം തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുപോലെ IPLESന്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കാണുന്നത്. അങ്ങനെ കൂടുതൽ നോക്കി എനിക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. വീഡിയോ ക്ലാസ്സസ് എല്ലാം തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ അവിടെ നിന്നായിരുന്നു പിന്നീട് IPLESന്റെ ആ കോഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രെയിനർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് IPLESന്റെ കോഴ്സ് എടുത്ത് നമ്മൾ ഇതിലേക്ക് വന്നത് അല്ലേ? അപ്പോൾ പ്ലംബറിന് നമ്മൾ വരുത്തിയ കുറേ മിസ്റ്റേക്കുകൾ ട്രെയിനറിന് നമ്മൾ പരിഹരിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പഠനം എന്നുള്ളതെന്ന് പറയാമോ? ഓക്കെ
ജെ പ്ലംബറിന് ഇരിക്കുന്ന ടൈമിൽ ഇതുമാതിരി ഒരു പാർട്ട് ടൈം ജോബ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ജെ പ്ലംബർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ടർണറിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ വെക്ക് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് നേരെ പോവില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം വിട്ടിട്ട് പക്ക ഇതിലേക്കായിട്ട് ഇരിക്കുകയായിരുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദി പറയണത് വീട്ടുകാരുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ജയ് ടർണറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു CNC പോലുള്ള മേഖലകളൊക്കെ. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയത് I+ന്റെ ഒരു ഹെൽപ്പ് ഉണ്ടായതുകൊണ്ട്. അല്ലാത്ത പക്ഷം ആ ഒരു നിമിയുടെ ടെക്സ്റ്റ് വായിച്ചിട്ട് അത് ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിനുവേണ്ടി പഠിച്ചത്. ഈ പറഞ്ഞ പോലെ പല പോർഷൻസ് നിമി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും CNCയുടെ കേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു 30 മാർക്കോളം ടേണർ പരീക്ഷയിൽ CNC ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റും ആയിരുന്നു അല്ലേ? നിമി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ നിമിയിൽ എന്തെങ്കിലും വിട്ടുവാണെങ്കിൽ അത് I+ൽ നമുക്ക് കൂടുതൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്നും അതും വെച്ചിട്ട് എൻ്റെതായിട്ടൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഇത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യും. അതായത് ലൈക്ക് ഒരു ദിവസം റിവൈസ് ചെയ്തത് പക്ക ഒരു സർട്ടൻ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് വീണ്ടും അത് റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആഴ്ചയും ആ പ്രോസസ്സ് അങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ആ ഒരു പാറ്റേൺ കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ജെ ടർണർ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതാനായിട്ട് കഴിഞ്ഞു. പിന്നീട് വന്നൊരു എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ ടർണർ എഴുതുമ്പം ഓൾറെഡി ആ ഒരു ഇതിൻ്റെ ആ ഒരു ബേസ് ഉണ്ട് നമുക്ക്. ജെ എഴുതിയതിൻ്റെ ആ ഒരു സെയിം സിലബസ്, അതുകൊണ്ട് ആ ഒരു ബേസിൽ നല്ലോണം തന്നെ എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദയാലിൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് കാണുക, അതോടൊപ്പം തന്നെ നിമി ടെക്സ്റ്റ് ബുക്കും അതിനൊപ്പം തന്നെ വായിക്കുക, നോട്ട് എഴുതുക അല്ലേ, ദയാലിൽ തന്നെ നോട്ട് എഴുതുക, കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്യുക അല്ലേ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും റാങ്ക് നേടാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെ. ആരെങ്കിലും നമ്മളിപ്പോൾ കുട്ടികൾ പലപ്പോഴും നമ്മളോടും ചോദിക്കാറുണ്ട് എങ്ങനെ പഠിക്കണം സാറേ. അപ്പോൾ ദയാലിപ്പോൾ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ആൻസർ. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിമി അല്ലെങ്കിൽ നമ്മളൊരു കോച്ചിങ്ങിൻ്റെ സഹായം എടുക്കുന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ ട്രെയിനിങ്ങിന് എത്രയായിരുന്നു നമ്മുടെ ഒരു സ്കോർ? എത്രയായിരുന്നു? എനിക്ക് 84 മാർക്ക് തന്നെ. അന്ന് പ്ലംബറിന് കിട്ടിയ സെയിം മാർക്ക് തന്നെയാണ് ഇതിന് ടേണറിന് നമുക്ക് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് 6ാം റാങ്കിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ജോലിയിലേക്ക് കൂടെ ഈ ഒരു റാങ്ക് കിട്ടും, റാങ്ക് എത്തിക്കുമെന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ള വിശ്വാസം. മാത്രമല്ല ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ റിസൾട്ടും ഇനി വരാനില്ല അല്ലേ? ഓക്കെ, അതിലും നല്ലൊരു റാങ്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം PSC എന്നുള്ള രീതിയിൽ തന്നെ മാത്രമായിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത ആളുകളൊക്കെ ചോദിക്കും ജോലിക്കൊന്നും പോകുന്നില്ലേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ PSC പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട്. അതെ, അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. അത് ആ സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്തത്? അത് മെയിനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എല്ലാവരും പറയുന്നത് ഇവിടെ നിൽക്കണ്ട, കയറിപ്പോ, ഇവിടെ ഇപ്പം PSC ഒന്നും പഠിച്ച ആർക്കും കിട്ടാൻ പോകുന്നില്ല എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നാട്ടുകാരുടെ ഉപദേശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ വീട്ടിൽ എല്ലാവരും തന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്, പറയാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനെന്ന് പറയുമ്പം ഒരു ലൈക്ക് ആവറേജ് ഗായ് മാത്രമാണ്. അപ്പം എന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പാണ് പുറകെ വരുന്ന ഇച്ചിരി അത്യാവശ്യം പഠിക്കുന്ന ആരെ കൊണ്ടും ഇതൊക്കെ ഒപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. PSC അത്രേ ഉള്ളൂ, അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഒരു വലിയ മലയൊന്നും അല്ല. ആർക്കും അച്ചീവ് ചെയ്യാം. ഇച്ചിരി കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ പുറകെ ഇരിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിസ്റ്റൻസിയാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി ആണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. PSC പഠനത്തിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി തന്നെയാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ചും ഈ PYQ അതേപോലെ അത്തരം അതിലേക്കൊക്കെ MCQകൾ വർക്കൗട്ട് ചെയ്യുക, അതും ദയാലിൻ്റെ ഒരു കോർ ഏരിയ അല്ലായിരുന്നു. അതെങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്? MCQs എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്തത് ഇതുമാതിരി I+ൽ നമുക്ക് മോഡൽ എക്സാംസ് ലൈക്ക് ഓരോന്നും ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ടായിരുന്നു. അപ്പം എക്സാംസ് വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ കയറിയിട്ടത് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇപ്പം ആ ഒരു കൂട്ടത്തിൽ ആ ഒരു ഗ്യാങ്ങിലുള്ളവരുമായിട്ട് ഇപ്പം നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കും, നമ്മൾ എത്രത്തോളം മുമ്പോട്ട് എത്തിയിട്ടുണ്ട്. ഓരോ പോർഷൻസ് വെച്ചിട്ടും നോക്കും. ലൈക്ക് ഓരോ പോർഷൻസ് കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാം ഉണ്ടാകും. അപ്പം അത് വെച്ചിട്ട് നോക്കും ഇവിടെ. അപ്പോൾ അടുത്ത
പോർഷൻ വരുമ്പോഴത്തേന് അതിനെക്കാട്ടി മുമ്പിലെത്താനായിട്ട് ശ്രമിക്കും. നമ്മളെല്ലാം എപ്പോഴും നോക്കുന്നത് ലൈക്ക് എങ്ങനെങ്കിലും ലിസ്റ്റിൽ കയറി പറ്റാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ടർണർ ഇരുന്നത്. ടർണറിന് ഇരിക്കുമ്പം 1ാമത്തെ റാങ്ക് തന്നെ ആയിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ആ ഒരു രീതി തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. അത്രയും അങ്ങനെ ഇരുന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടം വരെയെങ്കിലും എത്തിയത്. തീർച്ചയായിട്ടും ആ ഒരു വിഷ്വലൈസേഷൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ 1ാം റാങ്ക് നേടണം എന്നുള്ളൊരു വിഷ്വലൈസേഷനാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ദയാലിൻ്റെ സ്ട്രാറ്റജി ഒക്കെ നമ്മളോട് പറഞ്ഞു, എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ. ഒരു ദിവസം എത്ര നേരമൊക്കെ പഠിക്കുമായിരുന്നു? ഒരു ദിവസം അങ്ങനെ ഇനി പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടിരുന്ന് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക അങ്ങനെ ആയിരുന്നില്ല. ഇടയ്ക്ക് കുറച്ചു നേരം പഠിക്കും, പക്ഷെ ഒരു മൂഡ് കിട്ടാമെങ്കിൽ കുറച്ചു നേരം കുറേ നേരം ഇരിക്കും. ലൈക്ക് 2 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഇരിക്കും. ചിലപ്പം 1 മണിക്കൂർ ഇരുന്നിട്ട് ഗ്യാപ്പ് പോയി. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ദിവസം കൂടിപ്പോയ ഒരു 5-6 മണിക്കൂർ അത്ര ആ ഒരു റേഞ്ചൊക്കെ ഇരിക്കാറുള്ളൂ. എന്താണെങ്കിലും എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് സമയമാണെങ്കിൽ പോലും. അതെ, എല്ലാ ദിവസവും. അത് ഒരു ദിവസവും മാറ്റം വെച്ചിട്ടില്ല. എന്തുണ്ടെങ്കിലും എവിടെ ഇപ്പം വീട്ടിൽ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ ബുക്കൊക്കെ എൻ്റെ കയ്യിലെടുത്തിരിക്കും. അത് വെച്ചിട്ട് ഇപ്പോൾ എവിടെ പോയാലും ആ വഴിക്ക് എവിടെങ്കിലും ഒന്ന് നോക്കും, ജസ്റ്റ് ഒന്ന് അത് എവിടെങ്കിലും ടൈം കിട്ടുന്ന പോലെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ ഞാൻ പറഞ്ഞ റിവിഷനായിട്ട് സർട്ടൻ ഇന്റർവെല്ലും അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ദിവസം എനിക്ക് ഇന്ന പോർഷൻസ് റിവിഷൻ ചെയ്യാൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഞാൻ അന്ന് തന്നെ ചെയ്തിരിക്കും. കാരണം അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അന്നത്തേക്ക് ഞാൻ വേറെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ലോഡാകും. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ക കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ആദ്യമേ പറഞ്ഞ ലോഗസ്റ്റോട്ട് ഇരുന്നപ്പോൾ തന്നെ തുടക്കത്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് മുമ്പോട്ട് വന്നപ്പോൾ അത് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാടാവും. അതുകൊണ്ട് പിന്നീട് പക്ക ഒരു ദിവസം പോലും മുടക്ക് വരുത്തിയിട്ടില്ല. കറക്റ്റായിട്ട് അത് പോയിട്ടുണ്ട്. സിലബസ് നോക്കി പക്കായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ദയാലിൻ്റെ ഒരു വിജയത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള വിജയത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഇത് കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് ഇപ്പോൾ PSC പഠിക്കുന്ന പല ലെവലിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അവരോട് പറയാനുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാമോ? നിലവിൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഇതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഉണ്ടാവും, നമുക്ക് ലൈക്ക് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാവും. പക്ഷെ ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എയിം ചെയ്യാൻ അത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാനൊരു ആവറേജ് ഗായിയായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും ഉറപ്പായിട്ടും കഴിയും. അപ്പം പരിശ്രമിക്കുക, ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദയാൽ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ദയാലിൻ്റെ ഈ ഒരു പഠന യാത്രയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കരിയറിൽ ഇനിയും മുന്നോട്ട് ഒരുപാട് വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ. ഇവിടെ കൊണ്ട് നിർത്തരുത്, പഠിക്കുക. അടുത്ത വിജയങ്ങളിലേക്ക്, ഓരോ വിജയങ്ങൾ ചവിട്ടുപടിയായിട്ട് മുകളിലേക്ക് കയറുക. വീണ്ടും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാനായിട്ടേ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കരിയറിൽ എല്ലാവിധമായ വിജയങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.